താനൂരിലെ പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ച യുവാവ് കസ്റ്റഡിയിൽ. ആ യുവാവ് ആര്, എവിടെ, എങ്ങനെയെന്നൊക്കെ കുറച്ചായി പ്രേക്ഷകർക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. എടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമുക്ക്. നമസ്കാരം. അങ്ങനെ പോലീസ് റഹീമിനെ കസ്റ്റഡിയിൽ എടുത്തേക്കാണ്. അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം നന്മമരമാണ് എന്ന് വിചാരിച്ച് ഒരു ഹീറോ പട്ടമൊക്കെ കൊടുത്ത് മാറ്റി നിർത്തേണ്ട പരിപാടിയല്ല അയാൾ കാണിച്ചത്. അയാൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അയാൾ ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുക്കണം, ചോദ്യം ചെയ്യണം. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യണം, മെസ്സേജുകളും ഫോണും ഒക്കെ തന്നെ പരിശോധിക്കണം. എല്ലാ ആപ്പുകളും പരിശോധിച്ച് അയാൾക്ക് വേറെ ഒരു ഗ്രൂപ്പുമായിട്ടും കണക്ഷൻ ഇല്ല, നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അയാൾ അവരുടെ കൂടെ പോയത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അയാളെ പുറത്തു വിടാൻ പാടുള്ളൂ. ഇനി അയാൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിലും അയാൾ ചെയ്തത് തെറ്റല്ലേ? അയാളെ ന്യായീകരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. അയാളൊരു സ്ട്രേഞ്ചറാണ്. ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ മാത്രം പരിചയമുള്ളൂ അയാൾക്ക്. അപ്പോൾ അയാൾ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. എന്ത് തന്നെ ന്യായീകരണം പറഞ്ഞാലും അയാൾ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. ഇവരെ കണ്ടപ്പോൾ പിന്തിരിപ്പിക്കാൻ നോക്കി, പക്ഷേ പിന്തിരിയുന്നില്ല എന്ന് കണ്ട് കൂടെ പോയതായിരിക്കാം. അവർക്കൊന്നും വരരുത് എന്നുള്ള ഇത് വെച്ചിട്ട് കൂടെ പോയതായിരിക്കാം. അങ്ങനെയാണെങ്കിലും ഒരു മെസ്സേജിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, ജസ്റ്റ് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് പറയാം, ഇതുപോലൊരു സംഭവമുണ്ട്, 2 പേര് കയറിയിട്ടുണ്ട്, ഞാനും അവരുടെ കൂടെ പോകുന്നുണ്ട് എന്ന് വിളിച്ച് പറയാമല്ലോ. ഏതെങ്കിലും ഒരു പ്ലേസ് വെച്ചോ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ വെച്ചോ നമുക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു അവരെ. അതൊന്നും ചെയ്തില്ല. ഒന്നും മിണ്ടാതെ, ആരോടും ഒന്നും പറയാതെ കൂടെ പോയേക്കാണ്. എന്നിട്ട് അവരെ അവിടെ കൊണ്ട് ഇറക്കി, സുരക്ഷിതമായിട്ട് അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ ഇങ്ങി പോരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു. ആ പറയുന്നതിൽ മുഴുവനായിട്ട് സംശയമാണ്. അവർക്കൊന്നും വരരുത് എന്ന കാരണത്താൽ ഇയാൾ കൂടെ പോയിട്ട് നല്ലൊരു സ്ഥലത്താണല്ലോ കൊണ്ട് ഇറക്കിയത്. തനിയുള്ള 2 കുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലത്താണല്ലോ അയാൾ സുരക്ഷിതമായിട്ട് കൊണ്ട് ഇറക്കിയത്. സുരക്ഷിതമായിട്ട് കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ അവരുടെ വഴിക്ക് പോയി. ഞാൻ ഇപ്പോൾ വേറെ വഴിക്കാണ്. അത് കഴിഞ്ഞ് എല്ലാവരും വിളിച്ചപ്പോൾ പറയുക, ഞാനും ഇപ്പോൾ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതാണ് വിഷയം. ആ പറഞ്ഞ ആ ഒരു സ്റ്റോറി അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ആ സ്റ്റോറിയിൽ മുഴുവൻ സംശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ട് ചെക്ക് ചെയ്യണം. ഇത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആരും ഇതിനെ സീരിയസ്നെസ് കുറച്ചൊന്നും കാണണ്ട. 2 പേര് നാട് വിട്ടുപോയി അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങി എന്ന സംഭവത്തിനേക്കാട്ടിൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കി കഴിഞ്ഞാൽ നാളെ ഇതിനെക്കാട്ടിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും. ഏതെങ്കിലും വലിയ ഗ്രൂപ്പുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട് ഇതിനകത്ത് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ പല ആൾക്കാരും ഇതുപോലെ പോവും, പല കുട്ടികളെയും ഇതുപോലെ കടത്തിക്കൊണ്ട് പോവും. അപ്പോൾ അതൊക്കെ ഉറപ്പ് വരുത്തുക തന്നെ ചെയ്യണം. എല്ലാ സംശയങ്ങളും നീങ്ങിയതിനു ശേഷമേ അയാളെ പുറത്തു വിടാൻ പാടുള്ളൂ. ഇവിടെ തന്നെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്പൊക്കെ ഒട്ടും സേഫ് അല്ല. പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ളവർക്ക് ഒട്ടും സേഫ് അല്ല. ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ പരിചയപ്പെടും. ചുമ്മാ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വരും. ആ സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ പരിചയപ്പെട്ട് നമ്മൾ അവരോട് ഭയങ്കര സൗഹൃദം സ്ഥാപിച്ച് അവസാനം വീട്ടുകാരെ പോലും വേണ്ട എന്നുള്ള സിറ്റുവേഷനിൽ ഇവരോട് ഇറങ്ങി പോവാണ്. ഇവരെയൊക്കെ അങ്ങ് വിശ്വസിക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കേണ്ടത് വീട്ടുകാർ തന്നെയാണ്. പക്ഷെ പലപ്പോഴും വീട്ടുകാർ ശ്രദ്ധിക്കത്തില്ല. ഒരു ഫോൺ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും, അവരതിനകത്ത് എന്തെങ്കിലും കാണിച്ചോട്ടെ, പഠിക്കുവാണല്ലോ എന്നുള്ള ബോധത്തോടുകൂടി വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോകും. വീട്ടുകാർ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ശ്രദ്ധ കുറയുന്നത് കൊണ്ടാണ് ഇതേപോലെ കുട്ടികൾ ഓരോരോ കുരുക്കി ചെന്ന് ചാടുന്നത്.